കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. കാട്ടാനയുടെ ചവിട്ടേറ്റ് കള്ളിയത്ത് തൊഴിലാളി പ്രസാദിന് ഗുരുതരമായ പരിക്കാണ് പറ്റിയത്. ആറളം 3-ാം ബ്ലോക്കിൽ ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം. കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആറളം ഫാമിലെ 3-ാം ബ്ലോക്കിലാണ് ഞാനിപ്പോഴുള്ളത്. ഈ ബ്ലോക്കിൽ എവിടെയോ വെച്ചാണ് ഈ പ്രസാദിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പ്രസാദ് ഇന്നലെ വൈകുന്നേരം കള്ള് ചെത്താനായി വന്നതാണ്. ഈ മേഖലയിലൊക്കെ തെങ്ങുകളുണ്ട്. ആറളം ഫാമിന്റെ അധീനതയിൽ തന്നെ ഇപ്പോഴുമുള്ള സ്ഥലമാണ്. തെങ്ങാണ്. ഇത് ചെത്താൻ ഇങ്ങനെ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. പല സ്ഥലത്തും പേരിന് ഫെൻസിങ് ഉണ്ടെങ്കിലും കാട്ടാന നിരന്തരം വരുന്ന സ്ഥലങ്ങളാണ്. അപ്പുറത്ത് പുഴയുണ്ട്. അവിടെ വെള്ളം കുടിക്കാനൊക്കെ പകൽ സമയത്ത് പോലും ആന വരുന്ന സ്ഥലമാണ്. ഇന്നലെ പ്രസാദിനോടൊപ്പം ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഇവർ ഈ സ്ഥലത്ത് നിന്ന് കണ്ടു പിരിഞ്ഞതാണ്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ നിങ്ങൾ എപ്പോഴാണ് കണ്ടത്? സാധാരണ നമ്മൾ ഇവിടുന്ന് ചെത്തിയിട്ട് നിലവിൽ ഇതിലേ പോയി അവിടുന്ന് പുഴയിൽ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് കൂട്ടായിട്ട് രാവിലെ വരികയും ചെയ്യും. വൈകുന്നേരം പോകുമ്പോൾ അങ്ങനെ കൂട്ടമായിട്ടാണ് പോക്ക്. എന്നാൽ ഈ പകൽ സമയത്ത് പോലും ആനയുണ്ട്. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് രണ്ടാന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയിൽ ഉച്ച സമയത്ത് വന്നായിരുന്നു. ഇന്നിപ്പോൾ ഒരു അരമണിക്കൂർ മുതൽ ഇതിൻ്റെ പ്രസാദത്തിൻ്റെ അപ്പുറം ആനയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൂട്ടത്തോടെ ഉണ്ടാകുമ്പോൾ ആനേൻ്റെ ആ ഒരു ശല്യം കുറയല്ലോ എന്ന് ചോദിച്ചാൽ കൂട്ടത്തോടെ വരുന്നതാണ്. അപ്പോൾ പ്രസാദോട് ചോദിച്ചു, ഞാൻ കാത്തു നിൽക്കണമെന്ന് ചോദിച്ചാലും പറഞ്ഞു കാത്തു നിൽക്കണ്ട, രണ്ടെണ്ണാടെ ഉണ്ട് ചെത്താൻ, അത് ചെത്തിയിട്ട് ഞാൻ വേഗം വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സ്വഭാവമായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ അങ്ങ് മാറിപ്പോയി. രാവിലെ ഒരു 6 മണിക്കാണ് നമുക്ക് വിവരം കിട്ടുന്നത്, പ്രസാദ് ഇന്നലെ ചെത്താൻ പോയിട്ട് മിസ്സിംഗ് ആണ്, ഫോൺ വിളിച്ചിട്ട് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെത്തുന്ന ഭാഗത്തെല്ലാം തെരച്ചിൽ നടത്തി നോക്കുമ്പോൾ അക്കരെ ചെത്തുന്ന നിതിൻ എന്നൊരു ചെത്തുകാരൻ പുഴയിലേക്ക് ഇവൻ വരാൻ സാധ്യതയില്ല. പുഴയിലേക്ക് എത്തി നോക്കുമ്പോൾ ഇഴഞ്ഞിട്ട് അവിടെ വരെ എത്തിയായിരുന്നു പ്രസാദ്. അപ്പോൾ ഭാര്യയിലും ഷോളറിനും ഗുരുതരമായ പരിക്കാണ് ഇപ്പോൾ ഇല്ലേ. സംഭവിച്ചെന്ന് പറയാൻ പറ്റിയ ഒരു ആരോഗ്യാവസ്ഥയല്ല. അല്ല. അപ്പോൾ നിതിൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർത്താനം പറയുന്നുണ്ട്, പക്ഷെ പുറത്ത് വരുന്നില്ല, ചെവിയിലെ കൂടി ചോരയുണ്ട് വരുന്നത് ഒന്നില്ലല്ലോ പറഞ്ഞ്. ഫാമിന്റെ അധീനതയിലുള്ള സ്ഥലം ഈ അടിക്കാടൊക്കെ ഒന്ന് വെട്ടേണ്ടത് ഫാമുകാരുടെയും കൂടെ ഉത്തരവാദിത്തമല്ലേ? ഫോറസ്റ്റുകാരാണ് ചെയ്യേണ്ടത്. എന്നാൽ ഫാമിന്റെ അധീനതയിൽ കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന ആന എത്രയോ കിലോമീറ്റർ കടന്നിട്ടാണ്. ഇപ്പോൾ ആനേനെ ഓടിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5-ാം ബ്ലോക്ക് വിട്ടിട്ട് ഓടിക്കും. 5-ാം ബ്ലോക്കിൽ നിന്ന് ഓടിച്ചിട്ട് 1-ാം ബ്ലോക്കിൽ വന്ന് 2-ാം ബ്ലോക്കിൽ വന്ന് 3-ന്റെയും 4-ന്റെയും ഇടയിൽ കൂടി. ഇതെല്ലാം ഫാമിന്റെ സ്ഥലമാണ്. ഇതിലേ വന്നിട്ട് കോട്ടപ്പാർക്ക് ഉണ്ടാക്കും ഈ ആനേനെ. ഫോറസ്റ്റ് ഒരുപാട് ദൂരെയാണ്, വനഭൂമി കുറേ ദൂരെയാണ്. അപ്പോൾ ഒരു ദിവസം ഇവർ ആനേനെ ഓടിച്ച് വരുന്ന സ്ഥലം ഇത്ര ദൂരം എത്തുമ്പോൾ വൈകുന്നേരമാവും. പിന്നെ ഈ ആനയെ ഫോറസ്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ആനകൾ വനത്തിലല്ല, ഫാമിന്റെ അകത്ത് തന്നെയാണ് താമസം. ഏകദേശം 10-80 ആനകളോളം ഇതിൻ്റെ അകത്തുണ്ട്. വളരെ ദാരുണമായ സംഭവമാണ് ഈ 3-ാം ബ്ലോക്കിൽ ഉണ്ടായിരിക്കുന്നത്. പ്രസാദ് ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഷാജു ചന്തപുരയ്ക്കൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.